ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ VDS ദേശീയ സർക്കാരിന്റെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് കർഷകർ ഉറ്റുനോക്കുന്നത്. നെല്ല് സംഭരണത്തിൽ അപാകതയും കൊടുക്കുന്ന നെല്ലിന് സമയബന്ധിതമായി പണം ലഭിക്കാത്തതും കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴയിലെ കർഷകരെ കുറച്ചൊന്നുമല്ല വലച്ചത്. പൂർത്തിയാകാത്ത കുട്ടനാടൻ പാക്കേജിന് ഇത്തവണത്തെ ബജറ്റിൽ എന്തായിരിക്കും നീക്കിയിരിപ്പ്? UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ റബ്ബറിന്റെ താങ്ങുവില 250 പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ കർഷകർ. ഇതുകൂടാതെ ചെറുകിട കർഷകരെ സഹായിക്കാനായി പ്രത്യേക ഇടപെടലുകളും ബജറ്റിൽ കർഷകർ പ്രതീക്ഷിക്കുന്നു. That on the first day of the new government, the price will be 250 and then it will go up to 300. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ UDFന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായില്ല. എന്നാൽ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ റബ്ബർ കർഷകർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആദ്യം 250-ഉം പിന്നീട് 300-ഉം റബ്ബറിന് താങ്ങുവില നൽകുമെന്നാണ് UDF പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം LDF സർക്കാർ താങ്ങുവില 180-ൽ നിന്നും 200-ആക്കി ഉയർത്തിയിരുന്നു. റബ്ബർ വില 200-ൽ കൂടുതലായതിനാൽ താങ്ങുവിലയുടെ ആനുകൂല്യം ലഭിക്കാറില്ലെന്നായിരുന്നു കർഷകരുടെ പരാതി. താങ്ങുവില വീണ്ടും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും നടന്നില്ല. നിലവിൽ 250 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാഹചര്യത്തിൽ താങ്ങുവില 300 രൂപയായി പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇപ്പോൾ 265 രൂപയാണ് വിലയുള്ളത്. ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ച് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം എന്ന് മാത്രമേ കൊണ്ട് പറയാൻ പറ്റൂ. ഒരു 300 കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കർഷകനൊരു ലാഭകരം ഇതുകൊണ്ട് ജീവിക്കാവുന്നൊരു അവസ്ഥയിലോട്ട് ഇതെത്താൻ സാധിക്കുകയുള്ളൂ. വിലക്കയറ്റവും ഉൽപാദന ചെലവ് കൂടിയതും ചെറുകിട റബ്ബർ കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഉൽപാദന ചെലവ് കുറയ്ക്കാൻ ആവശ്യമായ സഹായം കൂടി സർക്കാരിൽ നിന്നുണ്ടാകണമെന്നും കർഷകർ പറയുന്നു. ഉൽപാദനത്തിൽ വലിയ തോതിൽ കുറവുണ്ടാകുന്നു, എന്നാൽ ഉൽപാദന ചെലവിന് വലിയ തോതിലുള്ള വർധനവും വരുന്നു. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ റബ്ബറിന് വില വരുന്നു എന്ന് പറയാമെന്നുള്ളതല്ലാതെ റബ്ബർ മേഖലയ്ക്കോ റബ്ബർ മേഖലയിലെ കർഷകർക്കോ കാര്യമായ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യമാണ് വരാൻ പോകുന്നത്. മടവീഴ്ചയും വിതച്ചാൽ മുളയ്ക്കാത്ത വിത്ത് നൽകുന്നതും കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിന് കൃത്യമായ വില നൽകാത്തതും വർഷങ്ങളായി കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിലെങ്കിലും കുട്ടനാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്ന നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇനി അടുത്ത അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ കുട്ടനാടൻ കാർഷിക മേഖലയ്ക്ക് സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാകും. അടിസ്ഥാനപരമായ മാറ്റം. ഒന്ന്, ഈ കർഷകരുടെ നെല്ല് തൂക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ ഫണ്ട് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം അവരുണ്ടാക്കും. അതുകൊണ്ട് കുട്ടനാടിൻ്റെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും യോജിച്ച അതുപോലെ സാമൂഹികമായ ഒരു ബഡ്ജറ്റായിരിക്കും അവതരിപ്പിക്കുമ്പോൾ. എന്നാൽ പുതിയ സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തിലടക്കം മാറ്റം വരുത്തുമോ എന്ന ആശങ്കയും ചിലർക്കുണ്ട്. ഇതൊരു പക്ഷേ തണ്ണീർത്തട വയൽ സംരക്ഷണ നിയമത്തെ പോലും അട്ടിമറിച്ചേക്കുമെന്നും കർഷക തൊഴിലാളികൾ പറയുന്നു. ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റം വരുമ്പോഴത്തേക്ക് ആ മാറ്റങ്ങൾ എത്തരത്തിലായിരിക്കും? ഇനി നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തെ തന്നെ പൊളിച്ചെഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം വന്നുകൊണ്ടാണ് കുറേയെങ്കിലും കാർഷിക മേഖലയിലുള്ള ഭൂമി നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. പക്ഷേ ആ നിയമത്തിൽ മാറ്റം വരുത്തുക, ഉടൻ തന്നെ മാറ്റം വരുത്തുക, വേണ്ടത്ര ചർച്ച കൂടാതെ നടപ്പാക്കിയാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന തണ്ണീർത്തടങ്ങളോ നെൽവയലുകളോ ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറും, കുട്ടനാട് മാറും. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന 1 കിലോ നെല്ലിന് നിലവിൽ 30 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് 35 രൂപയെങ്കിലുമാക്കി ഉയർത്തണമെന്ന് കർഷകർക്കിടയിൽ ആവശ്യമുണ്ട്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് പൂർത്തിയാക്കാത്ത കുട്ടനാട് പാക്കേജിന് ഈ സർക്കാർ ജീവശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന നെൽവിത്തിന് ഗുണനിലവാരമില്ലെന്നും ഇതിന് പകരമായി കുട്ടനാട്ടിൽ തന്നെ നെൽവിത്തുകൾ ഉൽപ്പാദിപ്പിക്കണമെന്നും കർഷകർ പലതവണയായി ആവശ്യപ്പെടുന്നു. ആലപ്പുഴയിലെയും കോട്ടയത്തെയും കർഷകർക്ക് നെല്ലും റബ്ബറും വെറും കാർഷിക വിളകൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിന് തന്നെ പര്യായമാണ്. അങ്ങനെയുള്ള കർഷകർക്ക് മുൻപിൽ ഓരോ ബജറ്റ് കാലത്തും നമ്മുടെ ഭരണാധികാരികൾ നിരവധിയായ പ്രലോഭനങ്ങൾ ഇതിനു മുൻപും വെച്ചിട്ടുണ്ട്. കുട്ടനാട് പാക്കേജ്, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ. പക്ഷേ എന്തുണ്ടായി? എന്തു മെച്ചമുണ്ടായെങ്കിൽ തന്നെ ഓരോ കർഷകനും തങ്ങളുടെ റബ്ബർ തോട്ടങ്ങൾ വെട്ടിനിരത്തേണ്ടി വരുമായിരുന്നില്ല. നെൽകൃഷി പാടെ ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നില്ല. ഈ ബജറ്റിലെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. കോട്ടയം ബ്യൂറോയ്ക്കും അജിത് ബാബുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, ആലപ്പുഴ, ന്യൂസ് മലയാളം.